വീണ്ടും അമൃത്സറിലേക്ക് ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ കൊണ്ട് ഫ്ലൈറ്റ് വരികയാണ്. ഈ നേരത്തെ നമ്മൾ ആദ്യം വിമർശിച്ച, ആദ്യം കണ്ട, നമ്മളെല്ലാവരും വലിയ പ്രക്ഷോഭം ഉയർത്തിയ അതേ നടപടികൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇന്ത്യ വീണ്ടും അപമാനിക്കപ്പെടുകയാണ്. നരേന്ദ്രമോദി അവിടെ ചെന്ന് തൻ്റെ ഫ്രണ്ടിനെ സന്ദർശിച്ച് സംസാരിച്ചപ്പോൾ ഈ കാര്യം മിണ്ടിയിട്ടില്ല എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അല്ല, അതിപ്പോൾ ശശി തരൂർ പറഞ്ഞ പോലെ ഇപ്പോൾ അതൊരു പ്രൈവറ്റ് ടോക്കിൽ ഇത് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമേരിക്കയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ സംസാരിച്ചിട്ടും അത് തുടരുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ രണ്ട് നേതാക്കളും ഞങ്ങളിത് സംസാരിച്ചു എന്ന് പറയാൻ പോകുന്നില്ല. സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കുന്ന 4ാമത്തെ നേതാവായിട്ട് അവിടെ ചെന്ന് കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുന്നതിന് ശേഷവും ഈ രാജ്യത്തെ മനുഷ്യന്മാരെ ചങ്ങലയിട്ടിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാൻ എന്ന ഒരു നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനും ഇന്ത്യക്കും ഒക്കെ മാനക്കേടുണ്ടാക്കുന്നൊരു പരിപാടിയാണ്. എന്തുകൊണ്ട് ഇതുണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിച്ച് പോകണം. ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അവരുടെ മണ്ണിൽ അനധികൃതമായി പ്രവേശിക്കുന്നത് വലിയ കുറ്റകൃത്യമായി അല്ലെങ്കിൽ ചങ്ങലക്കിട്ട് തിരിച്ചയക്കേണ്ട കുറ്റകൃത്യമായി അവർ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരു രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാലങ്ങളായിട്ടുണ്ട്. അമേരിക്കയിലുണ്ട്. ഇന്ത്യക്കാരായ ആളുകൾ പുറത്ത് പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ അനധികൃതമായി താമസിക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ജോലി തേടി പോകുന്നവരുണ്ടാവാം, കുറേ കൂടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടി പോകുന്നവരുണ്ടാവാം, ചിലപ്പോൾ ഭരണകൂടങ്ങളെ ഭയന്ന് പോകുന്നവരും ഉണ്ടാവാം. അതും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന മനുഷ്യന്മാരാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അവർ ഏതെങ്കിലും ചിലപ്പോൾ കുറ്റകൃത്യങ്ങളിൽ പെട്ട് ഒളിച്ചു ഓടിപ്പോകുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇപ്പോൾ ഈ രാജ്യത്തു നിന്ന് തന്നെ പോയ 2 പ്രസിദ്ധരായ ആളുകളുണ്ട്. വിജയ് മല്യയും നീരവ് മോദിയും പോലെയുള്ള ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ലളിത് മോദിയെ പോലെയുള്ള ആളുകൾ പോയിട്ടുണ്ട്. അവർ ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഈ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തു പോയ ആളുകളാണ്. ഇവരെ ആരും വില വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലല്ലോ. ഈ പാവപ്പെട്ട മനുഷ്യരാണല്ലോ തിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ഭരണകൂടത്തിൻ്റെ മനോഭാവമാണ്. ഇതിലെന്തുകൊണ്ടായിരിക്കും പരസ്യമായിട്ടുള്ളൊരു പ്രതികരണത്തിന് നരേന്ദ്രമോദി സർക്കാരോ രാജ്യത്തിൻ്റെ പ്രധാന വേറെ ചില രാജ്യങ്ങൾ വളരെ ബോൾഡായിട്ട് നിലപാടുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ കൊണ്ടുവരണ്ട, ഞങ്ങൾ വിമാനം അയച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളാം, ഞങ്ങളുടെ പൗരന്മാരെ നിങ്ങളവിടെ തിരിച്ചയക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ആ രാജ്യങ്ങൾ അങ്ങനെ ചെയ്തല്ലോ. നമുക്ക് എന്തുകൊണ്ടാണ് അതുപോലും ചെയ്യാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് എന്താ? അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭരണകൂടത്തിൻ്റെ മനോഭാവം, അതായത് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മനോഭാവം തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടത്തിനുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത്. അനധികൃതമായ കുടിയേറ്റം എന്നുള്ളത് ഒരു കൊടിയ കുറ്റകൃത്യമാണ് എന്നും അതിങ്ങനെ ശിക്ഷ അർഹിക്കുന്ന ഒന്നാണ് എന്നും വിചാരിക്കുകയും അങ്ങനെ കുടിയേറിയ മനുഷ്യന്മാരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു ഭരണകൂടം തന്നെയാണ് ഇവിടെയുള്ളത്. അങ്ങനെ കുടിയേറിയെന്ന് അവർ കരുതുന്ന, ഒരുപക്ഷെ രാജ്യത്ത് തലമുറകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ പോലും ഈ രാജ്യത്തുകാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറന്തള്ളാൻ തയ്യാറായി നിൽക്കുന്നൊരു ഭരണകൂടവും ആ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുമാണ് ഇവിടെയുള്ളത്. അതിനു വേണ്ടിയിട്ട് വേണമെങ്കിൽ രാജ്യത്താകമാനം പോപ്പുലേഷൻ രജിസ്ട്രി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച ആളുകളാണ്. ചിലയിടത്ത് പോപ്പുലേഷൻ രജിസ്ട്രി ഉണ്ടാക്കിയപ്പോൾ പുറന്തള്ളപ്പെടേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം അവരുദ്ദേശിച്ച വിഭാഗത്തിൽ നിന്ന് ഭിന്നമായപ്പോൾ അതിന് ഇനി എന്ത് മാർഗം എന്നാലോചിച്ചുകൊണ്ട് പൗരത്വ നിയമം തന്നെ ഭേദഗതി ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്, നേതാക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ മനോഭാവം ഇപ്പോൾ ട്രംപ് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം പ്രകടിപ്പിക്കുന്ന മനോഭാവം ഒരു പരിധിയിലപ്പുറം കൂടുതലുള്ളൊരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഭരണകൂടത്തെ സംബന്ധിച്ചോ അതിൻ്റെ നേതാവിനെ സംബന്ധിച്ചോ ഇതിൽ വലിയ അപമാനമോ അല്ലെങ്കിൽ ഇതൊരു വലിയ രാജ്യത്തോട് ചെയ്യുന്നൊരു എന്താ പറയുക, രാജ്യത്തിൻ്റെ ഒരു പരമാധികാരത്തിനുള്ളൊരു കടന്നുകയറ്റമായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാരെ അപമാനിക്കലായിട്ടോ ഒന്നും തോന്നാനിടയില്ല. അതിലെനിക്ക് വലിയ അത്ഭുതമില്ല. ഇതൊരു മനോഭാവമാണ്. ഈ മനോഭാവം ട്രംപ് പ്രകടിപ്പിക്കുന്നതും ഇവിടെ പ്രകടിപ്പിക്കുന്നതും ഒരേ രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ ഭരണകൂടങ്ങൾ ഞങ്ങൾ സംസാരിച്ചോ ഇല്ലയോ എന്ന് പറയാത്തത്.
സംസാരിച്ച ശേഷവും ഇത് തുടരുകയാണെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുന്നത്, ഇനി സംസാരിക്കാതെ തന്നെ ഇത് തുടർന്നോട്ടെ എന്ന് ചിന്തിക്കുന്നതൊക്കെയും മനോഭാവം നിലനിൽക്കുന്നുകൊണ്ടാണ്.